സുഹൃത്തുക്കളെ, നമസ്കാരം. സീറോ മലബാർ സഭയുടെ സംഘർഷപൂരിതമായ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഈ വീഡിയോ. AD 52 തോമാസ് ലീഹ കൊടുങ്ങല്ലൂരിൽ വന്നിറങ്ങി. കുരുമുളക്, ഏലം, ചുക്ക്, ജാതിക്ക, ഗ്രാമ്പു, കറുവ തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ആഗോള കമ്പോളമായിരുന്നു കൊടുങ്ങല്ലൂർ. റോമാക്കാർ, ഗ്രീക്കുകാർ, പേർഷ്യക്കാർ, അറബികൾ തുടങ്ങിയവർ സ്ഥിരം സന്ദർശിച്ചിരുന്ന നഗരം. തൻ്റെ പ്രസംഗവും അത്ഭുതങ്ങളും വഴി തോമാസ് ലീഹ ഒരു ക്രൈസ്തവ സമൂഹത്തെ പടുത്തുയർത്തി. കൊടുങ്ങല്ലൂരിൽ താമസമുറപ്പിച്ചിരുന്ന യഹൂദർ, രാജകുടുംബത്തിലെ അംഗങ്ങൾ, കൊടുങ്ങല്ലൂരിലെ പൂജാരികളിൽ ആയിരുന്ന ബ്രാഹ്മണർ, സാധാരണക്കാരായ ജനങ്ങൾ, ഇവരെല്ലാം അടങ്ങിയ ഒരു സമൂഹമായിരുന്നു കൊടുങ്ങല്ലൂരിലെ ആദ്യ ക്രൈസ്തവ സമൂഹം. തോമാസ് ലീഹ മലയാളം തീരത്തും തമിഴ് തീരത്തും വചനം പ്രസംഗിച്ചു. AD 72 കുന്തത്താൽ ഭേദിക്കപ്പെട്ട് തൻ്റെ ജീവനെ നാഥന് സമർപ്പിച്ചു. ഭാരതത്തിലെ ശിശുവായ ക്രൈസ്തവ സഭയ്ക്ക് പീഡനങ്ങൾ നേരിടേണ്ടി വന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കോക്കമംഗലത്തെ ക്രൈസ്തവ സമൂഹം ശിഥിലീകരിക്കപ്പെട്ടുവെന്നും അവരിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ തരീസ ക്രിസ്ത്യാനിയുടെ എന്ന് വിളിക്കപ്പെടുന്നു എന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടോടുകൂടി ക്രൈസ്തവർ ചേര രാജ്യത്ത് ആദരണീയരായി തീർന്നു. ചേരളം എന്ന് വിളിക്കപ്പെട്ടിരുന്ന ചേര രാജ്യത്തിൻ്റെ ആസ്ഥാനം ആയ കൊടുങ്ങല്ലൂരിലെ വാണിജ്യ പ്രമുഖർ പലരും ക്രൈസ്തവരായിരുന്നു. അവർ വഴി സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ക്രൈസ്തവർക്ക് നൽകപ്പെട്ടു. ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളതായ ചെമ്പേടുകൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. കൽദായ സുറിയാനി സഭയുടെ ഒരു കേന്ദ്രമായിരുന്നു എദേസ. എദേസയിലെ ക്രൈസ്തവരും ഇന്ത്യയിലെ ക്രൈസ്തവരും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരുന്നു. വിശ്വാസത്തിൽ തങ്ങളുടെ പിതാവായി എദേസയിലെയും ഇന്ത്യയിലെയും ക്രൈസ്തവർ വിശുദ്ധ തോമാസ് ലീഹയെ ആദരിച്ചിരുന്നു. തോമാസ് ലീഹയുടെ തിരുശേഷിപ്പിൽ ഒരു ഭാഗം എദേസയ്ക്ക് കൊണ്ടുപോകുവാൻ അത് കാരണമായി. വിശുദ്ധ എഫ്രൈം എദേസയിലാണ് ജീവിച്ചിരുന്നത്. ഇറാനിലെ ഷാപ്പൂർ രണ്ടാമൻ AD 309 മുതൽ 379 വരെ പേർഷ്യ സാമ്രാജ്യത്തിൽ രാജാധിരാജൻ ഷാഹിൻ ഷാ ആയി ഭരിച്ചു. സ്വരാഷ്ട്രീയൻ മതക്കാരനായ ഷാപ്പൂർ രണ്ടാമൻ മറ്റ് മതക്കാരെ പീഡിപ്പിച്ചു. ക്രൈസ്തവരും പീഡകൾക്ക് ഇരയായി. AD 345 നായിത്തൊമ്മനും 500 കുടുംബങ്ങളും 3 കപ്പലുകളിലായി കൊടുങ്ങല്ലൂരെത്തി. ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹവും രാജാവും അവരെ സ്വീകരിച്ച് കുടിയിരുത്തി. അവരുടെ കൂടെ വൈദികരും മെത്രാന്മാരും ഉണ്ടായിരുന്നു. പിന്നീടുള്ള കാലങ്ങളിൽ കാൽദിയായിൽ നിന്നുള്ള മെത്രാന്മാർ മലബാറിൽ സേവനത്തിന് എത്തിയിരുന്നു. ജ്ഞാനായ സമൂഹം തങ്ങളുടെ സാംസ്കാരിക മൂല്യങ്ങളും സാമൂഹിക രീതികളും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചു. അതിന് അവർക്ക് സഹായകമായത് എൻഡോഗമി എന്ന പ്രാക്ടീസാണ്. എൻഡോഗമസ് എത്നിക് ഗ്രൂപ്പുകൾ തങ്ങളുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നു. ഇതിൻ്റെ ഫലമായി തങ്ങളുടെ സമൂഹത്തിലെ ആചാരങ്ങളും മര്യാദകളും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ അവർക്ക് സാധിക്കുന്നു. ആദിമ ക്രൈസ്തവ സഭയുടെ സ്ട്രക്ചർ ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ കാലം മുതൽ 1054 വരെ ഏതാണ്ട് ഇപ്രകാരമായിരുന്നു. 1054 കിഴക്കും പടിഞ്ഞാറുമായിട്ടുള്ള പിളർപ്പുണ്ടായി. അതിനു മുമ്പ് പെൻഡാർക്കി എന്ന് വിളിക്കപ്പെടുന്ന 5 പാത്രിയാർക്കേറ്റുകൾ ഉണ്ടായിരുന്നു. റോമ, കോൺസ്റ്റാന്റിനോപ്പിൾ, ആൻറ്റിയോക്ക്, അലക്സാന്ദ്രിയ, ജെറൂസലം.
ആറാമത്തെ പാത്രിയാർക്കേറ്റ് സുറിയാനി പാത്രിയാർക്കേറ്റ് കാൽദിയായിൽ ബാഗ്ദാദിൽ ആസ്ഥാനമാക്കി. കൽദായ സുറിയാനി പാത്രിയാർക്കേറ്റ് അന്ത്യോക്യൻ പാത്രിയാർക്കേറ്റിൻ്റെ കീഴിലാണ്. മലബാറിലെ സഭയിലേക്ക് മെത്രാന്മാരെ അയച്ചിരുന്നത് കൽദായ പാത്രിയാർക്കേറ്റിൽ നിന്നാണ്. കൽദായ പാത്രിയാർക്കേറ്റ് വഴി അന്ത്യോക്യൻ പാത്രിയാർക്കേറ്റിൻ്റെ കീഴിലായിരുന്നു സുറിയാനി സഭ എന്നും പറയുന്നത് ശരിയാണ്. യൂറോപ്പിലെ രാജ്യങ്ങൾ പുതിയ കരഭൂമികൾ കണ്ടെത്തുകയും അവിടെ തങ്ങളുടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. സുവിശേഷവൽക്കരണത്തിനും ഒരു കൊളോണിയൽ സംവിധാനം ഉണ്ടായി. പോർച്ചുഗീസ് രാജാവും പരിശുദ്ധ സിംഹാസനവും തമ്മിലുള്ള എഗ്രിമെൻ്റ് അനുസരിച്ച് പോർച്ചുഗീസുകാർ കോളനികൾ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കാനുള്ളതായ അനുവാദം അവർക്ക് ലഭിച്ചു. 1498 വാസ്കോഡി ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങി. 1510 ആയപ്പോൾ അഫേൻസോ ദെ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്തു. 1523 കൊടുങ്ങല്ലൂർ പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തു. പോർച്ചുഗീസുകാർ സീറോ മലബാർ സഭയെ അധീനത്തിലാക്കുവാനുള്ള മാർഗങ്ങളും നോക്കിക്കൊണ്ടിരുന്നു. 1514 പദ്രുവാദോ എഗ്രിമെൻ്റ് അവർക്ക് അതിനുള്ളതായ അധികാരം നൽകി. ഗോവ, കൊച്ചി രൂപതകൾ പോർച്ചുഗീസുകാർ സ്ഥാപിച്ചു. കേരളത്തിലെ എല്ലാ ക്രൈസ്തവരും അങ്കമാലി രൂപതയുടെ അംഗങ്ങളായിരുന്നു. അങ്കമാലി രൂപതയെ കൈക്കലാക്കുവാനുള്ളതായ പരിശ്രമങ്ങളും പോർച്ചുഗീസുകാർ ആരംഭിച്ചു. കൽദായ സുറിയാനി പാത്രിയാർക്കീസിൻ്റെ കീഴിലായിരുന്ന മലബാറിലെ സുറിയാനി സഭ ചുരുക്കം ചില കാലങ്ങൾ ഒഴിവാക്കിയാൽ മറ്റെല്ലായ്പ്പോഴും കൽദായ സുറിയാനി പാത്രിയാർക്കീസ് വഴിയായി റോമാ സിംഹാസനവുമായിട്ടുള്ള ഐക്യത്തിലായിരുന്നു. മലബാറിലെ മെത്രാന്മാരെ അയച്ചിരുന്നത് കൽദായ സുറിയാനി പാത്രിയാർക്കീസാണ്. AD 1556 മാർ എബ്രാഹാം അങ്കമാലിയുടെയും ഇന്ത്യ മുഴുവൻ്റെയും മെത്രാപ്പൊലീത്തയായി അങ്കമാലിയിലേക്ക് അയക്കപ്പെട്ടു. 1558 പോർച്ചുഗീസുകാർ മാർ എബ്രാഹത്തെ ലിസ്ബണിലേക്ക് നാടുകടത്തി. യാത്രാമധ്യേ മൊസാംബിക്കിൽ വെച്ച് അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും അലഞ്ഞു തിരിഞ്ഞ് 1565 അദ്ദേഹം കാൽദിയായിലെത്തുകയും ചെയ്തു. തുടർന്ന് മാർപ്പാപ്പയുടെ കൽപ്പന പ്രകാരം വീണ്ടും അങ്കമാലിയിലെത്തുന്നു. എന്നാൽ ജീവനെ പേടിയുണ്ടായിരുന്നതുകൊണ്ട് അങ്കമാലിയിൽ നിന്നും തെക്കോട്ടുള്ളതായ പള്ളികളിലാണ് അദ്ദേഹം കൂടുതൽ സമയം താമസിച്ചിരുന്നത്. അവസാനം ഇവിടെ മരിച്ച് അങ്കമാലിയിൽ കബറടക്കം ചെയ്യപ്പെട്ടു. അബ്രഹാം മെത്രാപ്പൊലീത്ത. അങ്കമാലി രൂപത സമസ്ത ഭാരതത്തിന് വേണ്ടിയുള്ള രൂപതയായിരുന്നു. അബ്രഹാം മെത്രാപ്പൊലീത്തയ്ക്ക് ശേഷം വേറെ ആരെയും അങ്കമാലിയിലേക്ക് അയക്കുവാൻ കാൽദിയ പാത്രിയാർക്കീസിന് കഴിഞ്ഞില്ല. അതിന് തടസ്സം വന്നിരുന്നത് പോർച്ചുഗീസുകാർ തന്നെ. അങ്കമാലി രൂപതയുടെ കാര്യങ്ങൾ നടത്തിയിരുന്നത് ആർക്കദിയാക്കോനാണ്. മെത്രാനില്ലാതിരുന്ന അവസരങ്ങളിലും രൂപതയുടെ എല്ലാ കാര്യങ്ങളും ആർക്കദിയാക്കോൻ വഴി നടന്നിരുന്നു. ഗോവ മെത്രാപ്പൊലീത്ത അലക്സിസ് ഡോമെനേസിസ് കൊച്ചിയിൽ വരികയും ആർക്കദിയാക്കോനെ തൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. ആർക്കദിയാക്കോനെ കബളിപ്പിച്ച് 1599 ജൂൺ 30 ഉദയംപേരൂർ സൂനോദോസ് വിളിച്ചുകൂട്ടി. കൽദായ സുറിയാനി പാരമ്പര്യത്തിൽ വളർന്നു വന്ന മലബാറിലെ ക്രൈസ്തവരെ പാഷണ്ഡികളായി മുദ്രകുത്തുകയും അവരുടെ എല്ലാ ആചാരങ്ങളും ഗ്രന്ഥങ്ങളും അവരുടെ പള്ളികളിലെ ആരാധനാക്രമ രീതികളും മാറ്റിമറിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. കൊളോണിയൽ മിലിറ്ററി പവർ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായി ആർച്ച് ബിഷപ്പ് ഡോൺ മെനേസിന് കഴിഞ്ഞത്. കൂനൻ കുരിശ് സത്യം.
ജനുവരി 3, 1653. ഉദയംപേരൂർ സൂര്യദാസിൻ്റെ തീരുമാനങ്ങളനുസരിച്ച് 1599 തന്നെ കൊടുങ്ങല്ലൂർ രൂപത സ്ഥാപിച്ചു. അനേക സുറിയാനി പള്ളികളെ കൊടുങ്ങല്ലൂരിൻ്റെ കീഴിൽ കൊണ്ടുവന്നു. മറ്റു പള്ളികളിലും സുറിയാനി ക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പൊറുതിമുട്ടിയ സുറിയാനി ക്രൈസ്തവർ അവസാനം മട്ടാഞ്ചേരിയിൽ ഒരുമിച്ച് കൂടുകയും കൂനംകുരിശിൽ കയറ് കെട്ടി ആ കയറ് പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുകയും ചെയ്തു. ഇനിമേലിൽ ഈ ജസ്യൂട്ട് ബിഷപ്പുമാരുടെ കീഴിൽ, പോർച്ചുഗീസ് ബിഷപ്പുമാരുടെ കീഴിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയില്ല എന്ന്. കൂനംകുരി സത്യത്തോടുകൂടി സഭ പല കഷണങ്ങളായി പിളർന്നു. 1. അന്ത്യോക്യയിലെ ഓർത്തഡോക്സ് പാത്രിയാർക്കീസിൻ്റെ കീഴിൽ വന്നവർ യാക്കോബായക്കാർ. 2. പ്രോട്ടസ്റ്റന്റ് സഭകളുടെ മാതൃകയിൽ സ്വതന്ത്ര സഭയായി തീർന്ന മാർത്തോമാ സഭക്കാർ. 3. കൊടുങ്ങല്ലൂരിൻ്റെ കീഴിൽ വന്ന ഭദ്രവാദ അധികാരത്തിൻ്റെ കീഴിൽ വന്ന സുറിയാനിക്കാർ. 4. 1657 വികാരിയേറ്റ് മലബാർ സ്ഥാപിച്ചു. അതിലംഗങ്ങളായവർ. 1709 വികാരിയേറ്റ് മലബാർ സപ്രസ് ചെയ്ത് വികാരിയേറ്റ് വരാപ്പുഴയാക്കുകയും അതിൽ ലത്തീൻകാരെയും സുറിയാനിക്കാരെയും ഒരുമിച്ച് ഉൾപ്പെടുത്തുകയും ചെയ്തു. 5. ഒന്നിലും ചേരാതെ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിത്തീർന്നവർ. ഇങ്ങനെ സുറിയാനി സഭ 5 കഷണങ്ങളായി മാറി. എദേസായുടെ ആധ്യാത്മികതയും കാൽദിയായുടെ ആരാധനാക്രമങ്ങളും മലയാളത്തനിമയുടെ ആചാരങ്ങളും ചേർന്ന സിറോ മലബാർ ക്രൈസ്തവൻ്റെ മതാനുഷ്ഠാന രീതികൾ തകർന്നു തരിപ്പണമായി. അവന് പരിചിതമായ സുറിയാനി ഈണങ്ങളും പാട്ടുകളും അപ്രത്യക്ഷമായി. സുറിയാനി ഭാഷയിൽ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന കാൽദിയൻ ആത്മീയ ആചാര്യന്മാർക്ക് വേണ്ടി അത് അവൻ്റെ ഹൃദയം ദാഹിച്ചു. ആലങ്ങാട്ടുകാരൻ യോസേഫ് കരിയാറ്റിൽ റോമിൽ പോയി പഠിച്ച് മൽപ്പാനായി തിരിച്ചു വന്ന് വീണ്ടും റോമിൽ പോയി പാറേമാക്കൽ തോമാക്കത്തനാരോടുകൂടി തിരിച്ചു വരുന്ന വഴിക്ക് ലിസ്ബണിൽ വെച്ച് മെത്രാപ്പൊലിത്തായി അഭിഷേകം ചെയ്യപ്പെട്ടു. മടക്കയാത്രയിൽ ഗോവായിൽ വെച്ച് അദ്ദേഹം മരിച്ചു. അത് സുറിയാനി ക്രൈസ്തവന് സ്വീകരിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. സുറിയാനി ക്രൈസ്തവരെ ആശ്വസിപ്പിക്കാനെന്ന വിധം ഉടൻ തന്നെ പാറേമാക്കൽ തോമാക്കത്തനാരെ കൊടുങ്ങല്ലൂരിൻ്റെ ഗവർണറായി നിയമിച്ചു. കാൽദിയായിൽ അഭിഷേകം ചെയ്യപ്പെട്ട പോൾ പണ്ടാരി എന്ന മെത്രാൻ മലബാറിലെത്തുകയും മലബാറിലെ ക്രൈസ്തവരെ നയിക്കാൻ തയ്യാറാവുകയും ചെയ്തു. എന്നാൽ അധികാരപത്രങ്ങളൊന്നുമില്ലാതെ വന്ന പോൾ പണ്ടാരിയെ ആരും സ്വീകരിച്ചില്ല. കുറേ നാൾ അലഞ്ഞു തിരിഞ്ഞതിന് ശേഷം മാനസിക സ്ഥിതി നഷ്ടപ്പെട്ട് അദ്ദേഹം മരിച്ചു. കാൽദിയായിൽ നിന്നും ദനഹ ബരിയോണ എന്നൊരു വൈദികൻ മലബാറിലെത്തി. മലബാറിലെ ക്രൈസ്തവരുടെ മെത്രാനെ കിട്ടുവാൻ വേണ്ടിയുള്ള ആഗ്രഹം മനസ്സിലാക്കി താനൊരു മെത്രാനാണെന്നും സ്ഥാനചിഹ്നങ്ങൾ അണിയാത്ത മാത്രമാണെന്നും വരുത്തിക്കൂട്ടുവാൻ പരിശ്രമിച്ചു. കുറവിലങ്ങാട്ട് പനങ്കുഴ കത്തനാരുടെ സഹായത്തോടെ കുറച്ചുനാൾ താമസിച്ചതിന് ശേഷം ബരിയോണ തിരിച്ചുപോയി. ബഹുഭാഷാ പണ്ഡിതനും മാന്നാനം സെമിനാരിയിലെ ആദ്യകാല വിദ്യാർത്ഥിയും കാര്യപ്രാപ്തിയുള്ളവനുമായ കുടക്കച്ചിറ അന്തോണി കത്തനാർ പ്ലാശനാലിൽ ഒരാസഭ സ്ഥാപിച്ചു. പിന്നീട് വരാപ്പുഴമെത്രാനുമായി തെറ്റി ബാബേലിലേക്ക് പോയി. കൂട്ടത്തിൽ തൊണ്ടനാട്ട് അന്തോണി കത്തനാർ, ഷെമ്മാശന്മാർ, മറ്റു വൈദികർ ഇങ്ങനെയൊരു സംഘം പുറപ്പെട്ട് ബാബേലിലെത്തി. കുടക്കച്ചിറ അന്തോണി കത്തനാർ പിന്നീട് മൗസൂളിൽ വെച്ച് പനി പിടിച്ച് മരിച്ചു. തൊണ്ടനാട്ട് അന്തോണി കത്തനാർ മറ്റുള്ളവരും
മെത്രാനെ കിട്ടുവാൻ വേണ്ടിയുള്ള പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. 1859 സെപ്റ്റംബർ 20 മൊസൂളിൽ മസ്കന്തായുടെ പള്ളിയിൽ വെച്ച് മലയാളത്തിൻ്റെ മെത്രാനായി മാർ തോമാ റോക്കോസ് അഭിഷേകം ചെയ്യപ്പെട്ടു. മെയ് 1860 അന്തോണി കത്തനാരും ശമ്മാശന്മാരും കൂടെ പുറപ്പെട്ട് റോക്കോസ് മെത്രാൻ കൊച്ചിയിൽ വന്നിറങ്ങി. തൊണ്ടനാട്ട് അന്തോണി കത്തനാരുടെയും മറ്റ് വൈദികരുടെയും പരിശ്രമ ഫലമായി കുറഞ്ഞ സമയം കൊണ്ട് റോക്കോസ് മെത്രാൻ തൻ്റെ അധികാരം മിക്ക സുറിയാനി പള്ളികളിലും എത്തിച്ചു. അവർ അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. 99% സുറിയാനി പള്ളികളും റോക്കോസിൻ്റെ പക്ഷത്തേക്ക് പോയി. ചാവറയച്ചനും മാന്നാനം കുബേന്തിയിലെ അംഗങ്ങളും മറ്റ് ചില വൈദികരും മാത്രമാണ് റോക്കോസിനെ സ്വീകരിക്കാതിരുന്നത്. ശീശ്മയ്ക്കെതിരായുള്ള യുദ്ധത്തിൽ ശക്തി പകർന്നു കൊടുക്കുവാനായി ചാവറ പിതാവിനെ 1861 ജൂൺ 8 സീറോ മലബാർ ക്രൈസ്തവരുടെ വികാരി ജനറലായി നിയമിച്ചു. ചാവറയച്ചൻ തൻ്റെ സഹോദരനോട് കൂടി ചേർന്ന് ഈ ശീശ്മയ്ക്കെതിരായി പൊരുതുകയും 1862 മാർച്ച് മാസത്തിൽ റോക്കോസ് തിരിച്ച് ബാബേലിലേക്ക് പോവുകയും ചെയ്തു. തൊണ്ടനാട്ട് അന്തോണി കത്തനാർ വീണ്ടും ബാബേലിൽ പോവുകയും അവിടെ വെച്ച് അഭിഷക്തനായി മാർ അബ്ദീശോ എന്ന പേര് സ്വീകരിച്ച് നാട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. അദ്ദേഹം റോക്കോസിൻ്റെ സാമ്രാജ്യം ഒന്നുകൂടി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിച്ചു. പക്ഷേ നിഷ്ഫലമായി. മാർ അബ്ദീശോ പിന്നീട് മാനസാന്തരപ്പെട്ട് തിരുസഭയുമായി ഐക്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മുടക്കുകൾ മാറ്റിക്കൊണ്ടുള്ള കൽപ്പന 1865 റോമിൽ നിന്നും ലഭിച്ചു. 1875 നാട്ടിൽ നിന്നുള്ള മെത്രാന്മാരെ ലഭിക്കുവാൻ വേണ്ടി വൈദികർ ഒന്നുചേർന്ന് ഒരു അപേക്ഷ റോമിലേക്ക് അയച്ചു. അപേക്ഷയിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ TOCD സഭാംഗങ്ങളായ 7 വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കി. അവരിലൊരാൾ പിന്നീട് എറണാകുളത്തെ മെത്രാനായി വന്നു. അവസാനമായി 1874 മേലൂസ് എന്ന് പറയുന്ന മെത്രാനെ ബാബേലിൽ നിന്ന് മലബാറിലേക്ക് അയച്ചു. മേലൂസ് സമൂഹത്തിൻ്റെ പിന്തുടർച്ചക്കാരായ ശൂറായി ക്രൈസ്തവർ ഇന്നും കേരളത്തിലുണ്ട്. സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ടു. 20 മെയ് 1887 തൃശ്ശൂർ കോട്ടയം വികാരിയാത്തുകൾ സ്ഥാപിക്കപ്പെട്ടു. 28 ജൂലൈ 1896 തൃശ്ശൂർ, എറണാകുളം, ചങ്ങനാശ്ശേരി രൂപതകൾ. 21 ഡിസംബർ 1923 സീറോ മലബാർ ഹൈറാർക്കി സ്ഥാപിക്കപ്പെട്ടു. 16 ഡിസംബർ 1992 മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചായി പ്രഖ്യാപിക്കപ്പെട്ടു. 10 ഒക്ടോബർ 2017 ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷനുള്ള സുയി യൂരിസ് ചർച്ചായി തീർന്നു. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ട, എല്ലാ അവകാശങ്ങളും ലഭിച്ച സീറോ മലബാർ സഭ ദൈവത്തോട് നന്ദി പറയേണ്ട സമയമാണിത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളെ മനസ്സിലാക്കി പരസ്പരം സഹകരിച്ചുകൊണ്ട് സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകുവാൻ സീറോ മലബാർ സഭയ്ക്ക് ദൈവം അനുഗ്രഹങ്ങൾ നൽകട്ടെ. പ്രത്യേകിച്ച് തോമാസ് ശ്ലീഹായുടെ തിരുനാളായ ഈ ദിവസം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ആമേൻ.